ഈ എപ്പിസോഡിൽ കുറച്ച് മാച്ചിന്റെ ഇൻട്രൊഡക്ഷൻ സീക്വൻസുകൾ പരിചയപ്പെടുത്താന്നുള്ളതാണ്. നമുക്ക് പല രീതിയിൽ ഒരു മാച്ചിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു കമന്ററി തുടങ്ങുമ്പോൾ പല രീതിക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതിന്റെ ജസ്റ്റ് റെഫറൻസ് ആയിട്ട് അത് പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സീക്വൻസ് എടുത്തേക്കാണ്. ഇപ്പൊ ഒരു ഫൈനൽ മത്സരമാണ് നടക്കുന്നത് എങ്കിൽ ഈ രീതിയിൽ തന്നെ പറയണമെന്നല്ല, നമ്മളിത് റെഫറൻസിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ ഇതിൽ റെഡി ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഇതിൻ്റെ അകത്ത് പല ഇമ്പ്രവൈസേഷനും നടക്കാം. അപ്പോൾ നമുക്കത് അതിൻ്റെ അകത്ത് പല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പ്രയോഗിക്കാം. ഇതിങ്ങനെ ബൈ ഹാർട്ട് പഠിച്ച് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പഠിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് അതെപ്പോഴും നമ്മളിങ്ങനത്തെ കുറേ കണ്ടന്റ്സ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല രീതിയിൽ നമുക്ക് ആ ടൈമിൽ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ താനും കയറി വരും. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. Good evening, ladies and gentlemen. Welcome to a night where dreams are tested, champions are forged, and history patiently waits to write its next chapter. ഇപ്പോൾ ഗുഡ് ഈവനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പുതിയ ചാമ്പ്യൻസ് ഉണ്ടാവുന്നു. അപ്പോൾ ഹിസ്റ്ററി തിരുത്തി കുറിക്കാൻ വേണ്ടിയുള്ള ഒരു സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നു. വീക്സ് ഓഫ് ഹാർഡ് വർക്ക്, കൗണ്ട്ലെസ് hours of patience and unforgettable performance have all led to this very moment. അതായത് കുറെ നാളത്തെ പ്രാക്ടീസും ഇതൊക്കെ കൊണ്ട് കളിച്ച് രണ്ട് ടീമുകൾ ഫൈനലിൽ എത്തിയിരിക്കുന്നു. ടു ടീം സ്റ്റാൻഡ്സ് ജസ്റ്റ് വൺ വിക്ടറി അവേ ഫ്രം ലിഫ്റ്റിംഗ് ദ coveted trophy. coveted എന്ന് പറഞ്ഞാൽ ഭയങ്കര തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കപ്പെടുന്ന ഒരു ട്രോഫി. There are no second chances, no tomorrow, only today's performance matters. വേറെ നാളെ ഇന്നൊന്നുമില്ല, ഇന്നത്തെ കളി പോലെ ഇരിക്കും. അതാണ്. The floodlights shine brightly, the crowd is finding its voice, and the players are ready for the biggest battle of the tournament. Fasten your seat belts because we are moments away from an unforgettable cricketing spectacle. ഒരു ക്രിക്കറ്റ് മാമാങ്കത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നത്. നമുക്ക് ഇതിന്റെ മലയാളം പിന്നീട് ചെയ്യാം കേട്ടോ. ഇതിപ്പോ ഞാൻ ഇംഗ്ലീഷിന്റെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാണ്. മലയാളത്തിൽ ഇതേപോലെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു അപ്രതീക്ഷിതമായ ടീം അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായ പ്ലെയർ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ അണ്ടർഡോഗ് സ്റ്റോറി എന്നിട്ടേക്കുന്ന ആ ഒരു മീനിങ്ങിലാണ്. Welcome everyone. Cricket has a beautiful habit of reminding us that reputations don't win matches, performance do. അതായത് നമ്മൾ വലിയ ടീമാണ്, വലിയ പുള്ളിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ പല കേസുകളിലും നമ്മുടെ ഓസ്ട്രേലിയ പോലത്തെ മൈറ്റി ടീമുകളൊക്കെ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുന്ന കണ്ടു. അതിനേക്കാളും കമ്പാരിറ്റീവ്ലി ലോവർ ടീം എന്നൊക്കെ പറയുന്ന ആൾക്കാർ കയറി വരുന്നു. അപ്പോൾ പെർഫോമൻസ് മാറ്റർ ചെയ്യുന്നു എന്നുള്ള സംഭവം. On one side stands a team that has dominated the tournament. On the other, a group of fearless players who have upset every prediction to earn their place here today. അപ്പോൾ അപ്സെറ്റ്, ഇറ്റ് വാസ് എ ഗ്രേറ്റ് അപ്സെറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാം. അട്ടിമറി വിജയം ഒക്കെ പറയാം. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ടീമൊക്കെ പെട്ടെന്ന് കയറി ജയിക്കുന്ന ആ ഒരു സംഭവത്തിനാണ് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫേവർ വൺ സൈഡ്, ബിലീവ് ഫ്യൂവൽസ് അതർ. മറ്റേ ടീം നല്ല സ്വന്തമായിട്ട് വിശ്വസിച്ച് കളിക്കുന്നു, മറ്റേത് സ്റ്റാറ്റിസ്റ്റിക്സിൽ ആ ഒരു ടീം ഭയങ്കര ടീമാന്നൊക്കെ പറയുന്നു. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ഗെയിം. For the next few hours, numbers won't matter, only courage, execution, and composure under the pressure. Let's witness another chapter and this incredible story. ഒരു പുതിയ അധ്യായം നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനിൽ പോകുന്നതാണ്. നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ മോർണിംഗിലൊക്കെ മാച്ച് നടക്കുമ്പോൾ അതിന് വേറെ രീതിയിൽ. എ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അനദർ എക്സൈറ്റിംഗ് ഡേ ഓഫ് ക്രിക്കറ്റ്. The sun is shining brightly, there's a gentle breeze across the ground, and the outfield looks absolutely magnificent. അപ്പോൾ നല്ല ഔട്ട്ഫീൽഡും നല്ല ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ അവിടുത്തെ പ്രകൃതിയുടെ അവസ്ഥ പോലെ നമുക്ക് അതിനെ വർണ്ണിക്കാം. It's one of those mornings that every cricketer dreams about. The players have completed their warm-ups, the coaches have their final words, and the excitement is steadily building around the venue. Everything is perfectly set for a fascinating contest between the bat and ball. ഇപ്പോൾ ബാറ്റും ബോളും തമ്മിലൊക്കെ ഒരു വലിയൊരു മത്സരം നടക്കാൻ പോകുന്നു. വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കോച്ച് ഇവരൊക്കെ ലാസ്റ്റ് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി കളി നമുക്ക് കാണാം എന്നുള്ള ഒരു സംഭവമാണ്. പലർക്കും മനസ്സിലാവേണ്ടി ഞാൻ ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ പോലെ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. ആ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. നമ്മൾ എങ്ങനെ ഒരു സീക്വൻസ് മനസ്സിൽ ഓർത്ത് വെക്കണം എന്നുള്ളൊരു കാര്യങ്ങളാണ്. ഇതൊക്കെ പല ഇതിലും നമുക്ക് തന്നെത്താനെ ഇങ്ങനെ കയറി വരും. അപ്പോൾ നമുക്ക് അത് യൂസ്ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കമൻട്രി പർപ്പസിനായിട്ട്. ഇപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കളി തുടങ്ങുമ്പോൾ സംടൈംസ് ക്രിക്കറ്റ് us to be patient. The rain may have delayed the proceedings, but it certainly hasn't dampened the enthusiasm of the players or the spectators. അതായത് മഴ ഗ്രൗണ്ടിനെ നനച്ച് കാണും, ബട്ട് നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ആ ഒരു ആവേശത്തിനെയോ അല്ലെങ്കിൽ കാണികളുടെ ആവേശത്തിനോ ഒരിക്കലും നനച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോഴത്തേക്കും മഴ മാറി എന്നിട്ട് covers are off, the skies are clearing, and once again hope replaces uncertainty. The conditions may have changed, the strategies may need adjustment, but the hunger to win remains exactly the same.
അത് അവിടെ ഒരു പ്രാസ ഒപ്പിച്ച് പറയുന്നുണ്ടല്ലോ. കണ്ടീഷൻസ് മേ ഹാവ് ചേഞ്ച്, ദ സ്ട്രാറ്റജീസ് മേ നീഡ് അഡ്ജസ്റ്റ്മെന്റ്, ബട്ട് ദ ഹങ്കർ ടു വിൻ remains exactly the same. Cricket returns, and with it comes another opportunity for heroes to emerge. ഇപ്പൊ നല്ല റൈവൽറി ആയിട്ടുള്ള ടീം, ചിരവൈരികൾ ആയിട്ടുള്ള ടീമുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ചെന്നൈ മുംബൈ കളികളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കളികൾ എക്സാമ്പിൾ, IPL എക്സാമ്പിൾ പറയുന്നത് അതേപോലെയൊക്കെ. എവറി ടൂർണമെന്റ് ഹാസ് വൺ ഫിക്ചർ ദാറ്റ് ക്യാപ്ചേഴ്സ് എവറി വൺസ് ഇമാജിനേഷൻ. ടുഡേ ഈസ് ദാറ്റ് ഡേ. ഓരോരുത്തരും നോക്കി കാത്തിരിക്കുന്ന ഒരു ഫിക്ചറാണത്. അതാണ് ഈ ഒരു ദിവസം. ആ ദിവസം വന്നെത്തി എന്നുള്ള ഒരു ഇത്. ദീസ് ടു ടീംസ് നോ ഈച്ച് അതർ ഇൻസൈഡ് ഔട്ട്. അകവും പുറമേയായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. ഇരു ടീമുകൾക്കും പരസ്പരം അറിയാം. They have shared victories, heartbreaks, unforgettable finishes, and fierce battles over the years. Friendship will pause for the next few hours. Rivalries will take the center stage. അപ്പോൾ തൽക്കാലം നമ്മുടെ ദോസ്തിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വിരാമം അവിടെ. ഒരു വൈരികൾ, കളിയുടെ കേസിലാണ് പറയുന്നത്, അതായിരിക്കും വൈരം ആയിരിക്കും. അല്ലെങ്കിൽ വൈരം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വാശി, കളി ജയിക്കാനുള്ള വാശിയായിരിക്കും ഇതിന്റെ മെയിൻ സെൻട്രൽ സ്റ്റേജിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ അതായിരിക്കും മെയിൻ കാര്യം. ഫ്രണ്ട്ഷിപ്പൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചത്. ചിലപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ടീമൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരെയും കളിക്കണം, ബട്ട് അത് കളിയുടെ ഇതിൽ നല്ല കട്ടയ്ക്ക് വാശിക്ക് കളിക്കും. And every run will be earned the hard way. The matches like these are never won on paper. They are won through character, courage, and moments of brilliance. Welcome to what promises to be another memorable chapter in this rivalry. ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം എന്നൊക്കെ പറയണ പോലെ. ഇതുകൂടെ ജനറൽ ആയിട്ടൊക്കെ നമുക്ക് ഒരു കവിത പോലെയൊക്കെ പറയാൻ പാകത്തിനൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. എവറി ബൗണ്ടറി ബിഗിൻസ് വിത്ത് ബിലീഫ്, എവറി വിക്കറ്റ് ബിഗിൻസ് വിത്ത് പ്ലാൻ, എവറി വിക്ടറി ബിഗിൻസ് വിത്ത് എ ഡ്രീം. Today those dreams walk onto the field wearing different colors but carrying the same ambition to live as champions. അതായത് നമ്മൾ പല കളറിലുള്ള ജേഴ്സി വിട്ടാണ് ഇറങ്ങിയേക്കുന്നത്, ബട്ട് അവരുടെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എന്താ? ചാമ്പ്യൻസ് ആവുക എന്നുള്ളത്. The pitch is ready, the players are prepared, and thousands of hearts now beat to the rhythm of one beautiful game. Ladies and gentlemen, let the story unfold. ഇങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ. ഇനി നമുക്ക് ഇതുപോലത്തെ പല സിറ്റുവേഷൻസും അനലൈസ് ചെയ്യാം. പല ഐക്കോണിക് കമന്ററീസിന്റെ ഇതും നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ പോവാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ വൊക്കാബുലറി ഇതിൽ ബിൽഡ് ചെയ്ത്, ഇതിലിപ്പോ അധികം വൊക്കാബുലറിയേക്കാളും കൂടുതൽ ഒരു ഫ്ലോ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇതിൽ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഇതിൽ വൊക്കാബുലറി വളരെ കുറവായിരുന്നു, സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ്. ആക്ച്വലി കമന്ററിക്ക് സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് മതി. നമ്മുടെ ശശി തരൂർ സാറിന്റെ പോലത്തെ ഭയങ്കര കടുകട്ടിയൊക്കെ വെച്ച് കളിക്കേണ്ട ആവശ്യമില്ല ശരിക്കും ഇതിൻ്റെ അടുത്ത്. നമ്മൾ സിമ്പിൾ ആയിട്ടും ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലും അതിന്റെ ഒരു മോഡുലേഷൻസും ടോണിലും ആണ് ശരിക്കും പറഞ്ഞ കാര്യം. ആ ഒരു രീതിയിൽ കൊണ്ടുപോയാൽ മതി കമന്ററി.